Students, today we will discuss a problem related to simple vapor compression refrigeration system with wet vapor after compression. Okay, compressor exit wet vapor ആണ് അതിനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലം ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈൻഡ് ദ തിയററ്റിക്കൽ COP for a CO2 machine working between the temperature range of 25 degrees Celsius and -5 degrees Celsius. The dryness fraction of CO2 gas during the suction stroke is 0.6. Following the properties of CO2 are given. ഈ ക്വസ്റ്റിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് ഏത് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റമാണെന്ന് പറഞ്ഞിട്ടില്ല. ആകെ അറിയാവുന്ന കാര്യം ഡ്രൈനസ് ഫ്രാക്ഷൻ ഓഫ് CO2 ഡ്യൂറിങ് ദ സക്ഷൻ സ്ട്രോക്ക് ഈസ് 0.6. അപ്പോൾ ഡ്രൈനസ് ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്. കംപ്രസറിൻ്റെ ഇൻലെറ്റിലെ കണ്ടീഷൻ വെറ്റ് വേപ്പർ ആണെന്ന് നമുക്ക് അവത്തിൽ ഇത് മനസ്സിലാക്കാം. പക്ഷേ കംപ്രസറിൻ്റെ എക്സിറ്റ് കണ്ടീഷൻ മേ ബി വെറ്റ് വേപ്പർ ആകാം, ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ ആകാം, സൂപ്പർ ഹീറ്റർ വേപ്പർ ആകാം. സോ വി ഡോണ്ട് നോ വെദർ the exit condition of the refrigerant is wet vapor or dry saturated or superheated. So we want to check the exit condition of the compressor. Anyway, നമ്മൾ പ്രോബ്ലം ഓൾറെഡി സിമ്പിൾ വേപ്പർ കംപ്രഷൻ സൈക്കിൾ വിത്ത് വെറ്റ് വേപ്പർ ആഫ്റ്റർ കംപ്രഷൻ ആയതുകൊണ്ട് അതുമായിട്ട് റിലേറ്റഡ് പ്രോബ്ലമാണ് ഇട്ടിരിക്കുന്നത്. എന്നിരുന്നാലും നമുക്ക് ചെക്ക് ചെയ്യണം എങ്ങനെയാണ്. ഇപ്പം ഇങ്ങനൊരു പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കണം എങ്ങനെ 0.2 എന്ന് പറയുന്ന കംപ്രസർ എക്സിറ്റ് വെറ്റ് വേപ്പർ ആണോ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് വേപ്പർ ആണോ അല്ലെങ്കിൽ സൂപ്പർ ഹീറ്റഡ് വേപ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ടെമ്പറേച്ചർ ലിമിറ്റ്സ് തന്നിട്ടുണ്ട്, -5 and 25. 25 കറസ്പോണ്ട്സ് ടു കണ്ടൻസർ ടെമ്പറേച്ചർ, കണ്ടൻസർ സാച്ചുറേഷൻ ടെമ്പറേച്ചർ, ആൻഡ് -5 കറസ്പോണ്ട്സ് ടു ദ സാറ്റുറേഷൻ ടെമ്പറേച്ചർ ഓഫ് ദി ഇവാപ്പറേറ്റർ. ഓക്കെ, അപ്പോൾ 25 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലിക്വിഡിൻ്റെ എൻതാൽപ്പിയും അതുപോലെ തന്നെ ലിക്വിഡിൻ്റെ എൻട്രോപ്പിയും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 25 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേപ്പറിൻ്റെ എൻതാൽപ്പിയും വേപ്പറിൻ്റെ എൻട്രോപ്പിയും നമുക്ക് തന്നിട്ടുണ്ട്. അതോടൊപ്പം ലേറ്റൻ്റ് ഹീറ്റും തന്നിട്ടുണ്ട്. എന്താണ് ലേറ്റൻ്റ് ഹീറ്റ്? Hg-HF, അതാണ് ലേറ്റൻ്റ് ഹീറ്റ്. എഗെയിൻ -5 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ട് ലിക്വിഡിൻ്റെ എൻതാൽപ്പിയും എൻട്രോപ്പിയും തന്നു. അതുപോലെ തന്നെ വേപ്പറിൻ്റെ എൻതാൽപ്പിയും എൻട്രോപ്പിയും തന്നു. അതോടൊപ്പം ലേറ്റൻ്റ് ഹീറ്റും തന്നു. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമ്മളിവിടെ അസ്യൂം ചെയ്തു. ആ അസംഷന് കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചത് കംപ്രഷറിൻ്റെ എക്സിറ്റിൽ വെറ്റ് വേപ്പർ വരുന്ന സിസ്റ്റമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോബ്ലം അതുമായിട്ട് ബേസ് ചെയ്താണ് നമ്മൾ എടുത്തത്. അതുകൊണ്ട് നമ്മളിവിടെ ഡയറക്റ്റ് 0.2 കണ്ടീഷൻ വെറ്റ് വേപ്പർ ആണെന്ന് സ്ഥാപിച്ചുകൊണ്ട് പോകുന്നു. ബട്ട് നമുക്കത് ചെക്ക് ചെയ്യാനുള്ള ഒരു മാർഗ്ഗം എങ്ങനെയാണെന്നും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എനിവേ, ദിസ് ഇസ് ദ TS ഡയഗ്രാം ആൻഡ് PH ഡയഗ്രാം. ഹിയർ at point 1 the condition of the refrigerant is wet vapor, and at point 2 the condition of the refrigerant is again wet vapor, and point 3 is saturated liquid, and point 4 wet vapor. ഇവിടെ 2ലെയും 3ലെയും പ്രഷർ ഈക്വൽ ആണ്. P2 is equal to P3 is P3. again P1 is equal to P4. also 2 to 3 process is isothermal, so temperature at 2 and 3 equal. T2 is equal to T3 equal to 25 degrees Celsius, and T1 is equal to T4 is equal to -5 degrees Celsius. അപ്പോൾ നമ്മുടെ ഇവാപ്പറേറ്റർ ഈസ് മെയിൻറ്റെയിൻഡ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് -5 degrees Celsius. ഓക്കെ, ഇനി നമുക്ക് എൻതാൽപ്പി അറ്റ് 0.1, എൻതാൽപ്പി അറ്റ് 0.2, എൻതാൽപ്പി അറ്റ് 0.3 ആൻഡ് 0.4 കാണണം. അതോടൊപ്പം തന്നെ എൻട്രോപ്പി അറ്റ് 0.1, എൻട്രോപ്പി അറ്റ് 0.2 കാണണം. എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ദ 0.1 കറസ്പോണ്ട്സ് ടു -5 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ 0.1 എന്ന് പറയുന്നത്
ഇവാപ്പറേറ്റഡ് ടെമ്പറേച്ചറിലാണ്. അപ്പോൾ അത് -5 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പോൾ -5 ലിക്വിഡിൻ്റെ എൻതാൽപ്പി, അതായത് HF എന്ന് പറയുന്നത് 72.57. അതായത് നമ്മൾ ഡയഗ്രം നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന പോയിൻ്റ് ഇതാണ് HF, അതിൻ്റെ വാല്യൂ ആണ് നമുക്ക് തന്നിരിക്കുന്ന 72.57. എഗെയിൻ -5 ലിക്വിഡിൻ്റെ എൻട്രോപ്പി നമുക്ക് തന്നിട്ടുണ്ട് 0.2862. ആ ലിക്വിഡിൻ്റെ എൻട്രോപ്പി എന്ന് പറയുന്നത് അതാണ് ഈ കാണുന്നത്. നമ്മളത് മാർക്ക് ചെയ്തിട്ടില്ല എങ്കിലും ഈ ലേസർ കാണുന്ന ഈ ഒരു പോയിൻ്റാണ് നമ്മൾ SF എന്ന് എടുക്കുക. അപ്പോൾ നമ്മൾ HF പറഞ്ഞു, SF പറഞ്ഞു. ഇനി നമുക്ക് -5 വേപ്പറിൻ്റെ എൻതാൽപ്പിയും എൻട്രോപ്പിയും പറയണം. വേപ്പറിൻ്റെ എൻതാൽപ്പി ഇതാണ്, എൻട്രോപ്പി ഇതാണ്. അപ്പോൾ -5 വേപ്പറിൻ്റെ എൻതാൽപ്പി എന്ന് പറയുന്നത് ഈ 4 to 1 നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താൽ അത് സാറ്റുറേറ്റഡ് വേപ്പർ ലൈനിൽ ഒന്ന് മുട്ടുമ്പോൾ അവിടെയുള്ള ഈ ഒരു പോയിൻറ്റിലെ എൻതാൽപ്പി എന്താണോ അതാണ് നമ്മുടെ HG. -5 കറസ്പോണ്ടിങ് ആയിട്ടുള്ള HG. അതുപോലെ തന്നെ -5 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻട്രോപ്പി, ഓക്കെ, അതായത് SG എന്ന് പറയുന്നത് ഈ 4 to 1 ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് അത് സാറ്റുറേറ്റഡ് വേപ്പർ ലൈനിൽ മുട്ടുമ്പോൾ ഈ വാല്യൂ ഇവിടെയുള്ള പോയിൻറ്റിലെ എൻട്രോപ്പി എത്രയാണോ അതാണ് SG. ഓക്കെ, അപ്പോൾ നമ്മൾ -5 HFും HGയും നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ SFും SGയും പറഞ്ഞു. ഇനി അടുത്തത് 25 ലിക്വിഡിൻ്റെയും വേപ്പറിൻ്റെയും എൻതാൽപ്പിയും എൻട്രോപ്പിയാണ്. അപ്പോൾ 25 എന്ന് പറയുന്നത് കണ്ടൻസറിൻ്റെ സാറ്റുറേഷൻ ടെമ്പറേച്ചറാണ്, അല്ലെങ്കിൽ കണ്ടൻസറിൽ ഫേസ് ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഉള്ള ലിക്വിഡിൻ്റെ സാറ്റുറേഷൻ ടെമ്പറേച്ചറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 25 ലിക്വിഡിൻ്റെ എൻതാൽപ്പി, അതായത് 25 ലിക്വിഡിൻ്റെ എൻതാൽപ്പി എന്ന് പറയുന്നത് 0.3 ആണ്. ഈ 0.3 എൻതാൽപ്പിയാണ് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ 164.77. ക്ലിയർ ആയല്ലോ? ഇനി അതോടൊപ്പം തന്നെ 25 ലിക്വിഡിൻ്റെ എൻട്രോപ്പി 0.5978, അതെന്ന് പറയുന്നത് ഈ കാണുന്ന 0.3 ആണ്. ഇവിടുത്തെ എത്രയാണോ എൻട്രോപ്പി അതെന്ന് പറയുന്നത് 25 ലിക്വിഡിൻ്റെ എൻട്രോപ്പി ആയിരിക്കും. സോ ഇത് 0.3 എൻട്രോപ്പി, ഇത് 0.3 എൻതാൽപ്പി. 0.3 നമുക്ക് ഡയറക്റ്റ് കിട്ടി. ഇനിയുള്ളത് 25 വേപ്പറിൻ്റെ എൻതാൽപ്പിയും എൻട്രോപ്പിയാണ്. അപ്പം നമുക്ക് 25 ഈ 2 to 3 ലൈൻ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്താൽ അത് സാറ്റുറേറ്റഡ് വേപ്പർ ലൈനിൽ വന്ന് മുട്ടിയാൽ ഈ ഒരു പോയിൻറ്റിലെ എൻതാൽപ്പി എത്രയാണോ അതാണ് HG കറസ്പോണ്ട്സ് ടു 25 ഈ കാണുന്ന വാല്യൂ 282.23 എന്ന് പറയുന്ന ഈ വാല്യൂ കറസ്പോണ്ട്സ് ടു ഈ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് ആയിരിക്കും. ആ പോയിൻ്റ് കാരണം ആ പോയിൻറ്റിൽ 25 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേപ്പറിൻ്റെ എൻതാൽപ്പിയാണ് കാണിക്കുക. ഇനി ഇതുപോലെ തന്നെ നമുക്ക് 25 വേപ്പറിൻ്റെ എൻട്രോപ്പി, അപ്പോൾ നമുക്കറിയാം ഇവിടെ ഈ 3 to ലൈൻ എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ചെയ്ത് അത് സാറ്റുറേറ്റഡ് വേപ്പർ ലൈനിൽ വന്ന് മുട്ടുമ്പോൾ ഈ പോയിൻറ്റിൽ എത്രമാത്രമാണോ എൻട്രോപ്പി ഉള്ളത് ആ എൻട്രോപ്പിയാണ് SG കറസ്പോണ്ട്സ് ടു 25 അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് എൻട്രോപ്പി ഓഫ് ദ വേപ്പർ അറ്റ് 25 എന്ന് പറയുന്നത് ഈ പോയിൻ്റാണ്. ഈ പോയിൻ്റ്, അതായത് 3 to ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് സാറ്റുറേറ്റഡ് വേപ്പർ ലൈൻ വന്ന് മുട്ടുന്ന ഈ പോയിൻ്റ്. ക്ലിയർ ആയാലോ? അപ്പം നമുക്ക് HF ഉണ്ട്, HG ഉണ്ട്, കറസ്പോണ്ട്സ് ടു -5 ഇവാപ്പറേറ്റഡ് ടെമ്പറേച്ചർ ആൻഡ് 25 കണ്ടൻസറിലെ ടെമ്പറേച്ചർ.
ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് പോയിൻറ്റ് 3ലെ എൻതാൽപ്പിയും എൻട്രോപ്പിയും ഡയറക്റ്റ് കിട്ടും. പോയിൻറ്റ് 3ലെ എൻതാൽപ്പി എന്താണോ അത് തന്നെയാണ് പോയിൻറ്റ് 4ലെ എൻതാൽപ്പി. സോ 3ഉം 4ഉം നമുക്ക് ഡയറക്റ്റ് കിട്ടും. ഇനിയുള്ളത് 1ഉം 2ഉം. 1ഉം 2ഉം വെറ്റ് വേപ്പർ ആയതുകൊണ്ട് തന്നെ 1ലെ എൻതാൽപ്പിയിൽ നമ്മൾ ലിക്വിഡിനെയും വേപ്പറിനെയും പരിഗണിക്കണം. 2ലെ എൻതാൽപ്പിയിൽ ലിക്വിഡിനെയും വേപ്പറിനെയും നമ്മൾ കൺസിഡർ ചെയ്യണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ we need to calculate the enthalpy at point 1, H1. H1 is equal to HF1 plus X1, dryness fraction at 1, X1 into HG1 minus HF1. അപ്പോൾ നമുക്ക് ഈ 1 എന്ന് പറയുന്ന പോയിന്റിലെ HF1 എന്ന് പറയുന്നത് ഇതാണ് HF1. ഓക്കെ, ഇനി 1 എന്ന പോയിന്റിലെ HG1 എന്ന് പറയുന്നത് ഇതാണ്. അതായത് നമുക്ക് H1 പോയിൻറ്റ് 1ലെ എൻതാൽപ്പി കാൽക്കുലേറ്റ് ചെയ്യാൻ HF1ഉം HG1ഉം വേണം. HF1 എന്ന് പറഞ്ഞാൽ ഇതാണ്, HG1 എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ HF1 പ്ലസ് X1 ഇൻറ്റു HG1 മൈനസ് HF1 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പോയിൻറ്റ് 1ലെ എൻതാൽപ്പി കിട്ടും. ഇനി അതോടൊപ്പം തന്നെ പോയിൻറ്റ് 1 എന്ന് പറയുന്നത് -5 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ -5 ഡിഗ്രി സെൽഷ്യസ് ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ HG മൈനസ് HF ആണ്. അപ്പോൾ നമ്മളിവിടെ H1 കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി H1 ഈസ് ഈക്വൽ ടു HF1 പ്ലസ് X1 ഇൻറ്റു HG1 മൈനസ് HF1 എന്നാണ്. അപ്പോൾ HG1 മൈനസ് HF1നെ നമുക്ക് ചേർത്തൊരു പേര് വിളിക്കാം HFG. ആ HFG ആണ് ഈ വാല്യൂ. ഓക്കെ, അതായത് -5 ഡിഗ്രി സെൽഷ്യസിലെ ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയുന്ന ഈ പോർഷനാണ് നമുക്ക് തന്നിരിക്കുന്ന HFG 248.76. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് H1 കണ്ടുപിടിക്കാൻ H1 ഈക്വൽ ടു HF1 അതെന്ന് പറയുന്നത് ഇതാണ്, HF1 പ്ലസ് X1 ഇൻറ്റു HFG1 ഇതിട്ടാൽ മതി. ഇനി നമുക്ക് HF1ഉം HFG1 നോക്കാം. അപ്പോൾ നമുക്ക് പോയിൻറ്റ് 1ലെ എൻതാൽപ്പി കാണാം. H1 ഈസ് ഈക്വൽ ടു HF1 പ്ലസ് HG1 മൈനസ് HF1 ഇൻറ്റു X1. അപ്പോൾ പോയിൻറ്റ് 1 ഇരിക്കുന്നത് -5 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ -5 ഡിഗ്രി സെൽഷ്യസിലെ ലിക്വിഡിൻ്റെ എൻതാൽപ്പി എന്ന് പറയുന്നതാണ് 72.57. അപ്പോൾ നമുക്ക് H1 കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് വേണം? HF1 വേണം. HF1 എന്ന് പറഞ്ഞാൽ -5 ഡിഗ്രി സെൽഷ്യസിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലിക്വിഡിൻ്റെ എൻതാൽപ്പിയാണ്. അപ്പോൾ അതാണ് HF1. ഈ പോയിൻ്റാണ് HF1. അപ്പോൾ ആ പോയിൻ്റിലെ എൻതാൽപ്പി എന്ന് പറയുന്നതാണ് നമുക്ക് ഈ തന്നിരിക്കുന്ന ലിക്വിഡിൻ്റെ എൻതാൽപ്പി 72.57. കാരണം HF1 എന്ന് പറഞ്ഞാൽ ലിക്വിഡാണ്, ലിക്വിഡിൻ്റെ എൻതാൽപ്പിയാണ് ഉദ്ദേശിക്കുക. അപ്പോൾ നമുക്ക് -5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലിക്വിഡിൻ്റെ എൻതാൽപ്പി ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് HF1 കിട്ടി. ഇനി HG1 എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ പോയിൻ്റാണ്. HG1 എന്ന് പറഞ്ഞാൽ എന്താണ്? -5 ഡിഗ്രി സെൽഷ്യസിലെ വേപ്പറിൻ്റെ എൻതാൽപ്പി എന്താണോ അതാണ് HG1. ആ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 321.33. ഇതാണ് നമ്മുടെ HG1. ഓക്കെ ആയോ? അപ്പോൾ HF1 നമുക്ക് തന്നു, HG1 നമുക്ക് തന്നു. അപ്പോൾ ഇതെല്ലാം -5 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. ഈ -5 എന്ന് പറയുന്നതാണ് ഈ കാണുന്ന ടെമ്പറേച്ചർ. അപ്പോൾ ഈ -5 ടെമ്പറേച്ചറിലുള്ള വേപ്പറിൻ്റെ എൻതാൽപ്പി ഇതാണ്. വേപ്പറിൻ്റെ എൻട്രോപ്പി ആണെങ്കിൽ വേപ്പറിൻ്റെ എൻട്രോപ്പി ഇത്, ലിക്വിഡിൻ്റെ എൻട്രോപ്പി ഇത്. അതുപോലെ തന്നെ -5 ഡിഗ്രി സെൽഷ്യസ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേപ്പറിൻ്റെ എൻതാൽപ്പി ഇതാണ്, ലിക്വിഡിൻ്റെ എൻതാൽപ്പി ഇതാണ്. അപ്പോൾ ഇത് HF1ഉം ഇത് HG1ഉം ആണ്. ആ HF1 എന്ന് പറയുന്നതാണ് ലിക്വിഡിൻ്റെ എൻതാൽപ്പി, HG1 എന്ന് പറയുന്നതാണ് വേപ്പറിൻ്റെ എൻതാൽപ്പി. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് പോയിൻറ്റ് 1ലെ എൻട്രോപ്പി കാണാം. S1 ഈസ് ഈക്വൽ ടു SF1 പ്ലസ് ഡ്രൈനസ് ഫ്രാക്ഷൻ അറ്റ് പോയിൻറ്റ് 1 X1 ഇൻറ്റു SG1 മൈനസ് SF1. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ പോയിൻറ്റ് 1ലെ എൻട്രോപ്പി കാണാൻ നമുക്ക് S1 ഈസ് ഈക്വൽ ടു SF1 പ്ലസ് X1 ഇൻറ്റു SG1 മൈനസ് SF1. അതിൽ
നമുക്ക് -5 °C ലിക്വിഡിൻ്റെ എൻട്രോപ്പി നമുക്ക് തന്നിട്ടുണ്ട് 0.2862. അതായത് ഈ കാണുന്ന പോയിന്റിലെ എൻട്രോപ്പി അതാണ് ലിക്വിഡിൻ്റെ എൻട്രോപ്പി കറസ്പോണ്ട്സ് ടു -5 °C. അപ്പോൾ ഇതാണ് നമ്മുടെ SF1. അതിൻ്റെ വാല്യൂ ആണ് നമുക്ക് തന്നിരിക്കുന്നത് 0.2862. ഇതുപോലെ നമുക്ക് S1 കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ SG1 ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ വേപ്പർ -5 °C വേപ്പറിൻ്റെ എൻട്രോപ്പി എന്താണോ അതാണ് SG1. ക്ലിയർ ആയാലോ? ആ SG1ൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എൻട്രോപ്പി ഓഫ് ദ വേപ്പർ അറ്റ് -5 °C 1.2146 എന്ന് പറയുന്ന ഈ എൻട്രോപ്പിയാണ് SG1 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിലെ എൻട്രോപ്പി. അപ്പോൾ നമുക്ക് S1 കാണാൻ SF1 വേണം, ഈ ഡ്രൈനസ് ഫ്രാക്ഷൻ X1 വേണം, ദെൻ SG1 വേണം. അപ്പോൾ നമുക്ക് SF1ഉം SG1ഉം കിട്ടി. ഇനി പോയിന്റ് 1ലെ ഡ്രൈനസ് ഫ്രാക്ഷൻ കിട്ടിയാൽ നമുക്ക് പോയിന്റ് 1ലെ എൻട്രോപ്പി കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ പോയിന്റ് 1ലെ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ HF1 HF1 പ്ലസ് X1 ഇൻറ്റു ഡ്രൈനസ് ഫ്രാക്ഷൻ അറ്റ് പോയിന്റ് 1 X1 ഇൻറ്റു HG1 മൈനസ് HF1. അപ്പോൾ അതിൽ ഈ HG1 മൈനസ് HF1 എന്ന് പറയുന്ന ഈ ലേറ്റൻ്റ് ഹീറ്റ് നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട് 248.76. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. H1 ഈസ് ഈക്വൽ ടു HF1 പ്ലസ് X1 ഇൻറ്റു HFG1. ഇതാണ് HFG. എപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞു FG എന്ന് പറഞ്ഞാൽ ലേറ്റൻ്റ് ഹീറ്റിനെ സൂചിപ്പിക്കുന്നു. സോ HFG എന്ന് പറയുന്ന HFG കറസ്പോണ്ട്സ് ടു -5 °C എന്ന് പറയുന്നതാണ് ഈ ലേറ്റൻ്റ് ഹീറ്റ്. ഓക്കെ, അപ്പോൾ -5ലെ ലേറ്റൻ്റ് ഹീറ്റാണ് ഇത്. അതായത് -5 ടെമ്പറേച്ചർ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ലേറ്റൻ്റ് ഹീറ്റ് ഇതാണ് ലേറ്റൻ്റ് ഹീറ്റ്. അതോ ഇത്രയും പോർഷനാണ് ലേറ്റൻ്റ് ഹീറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ ആണ് 248.76. അപ്പോൾ നമുക്ക് 1ലെ എൻതാൽപ്പിയും എൻട്രോപ്പിയും കാൽക്കുലേറ്റ് ചെയ്യാം. X1 കിട്ടിയാൽ മാത്രം, ഡ്രൈനസ് ഫ്രാക്ഷൻ ആയിട്ട് 1 കിട്ടിയാൽ മതി. അത് നമുക്ക് ഓൾറെഡി ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് H1ഉം കാണാം S1ഉം കാണാം. ഇനി നമുക്ക് പോയിന്റ് 2ലെ എൻതാൽപ്പി കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അത് പോയിന്റ് 2ലെ എൻതാൽപ്പി H2 ഈക്വൽ ടു HF2 പ്ലസ് ഡ്രൈനസ് ഫ്രാക്ഷൻ അറ്റ് പോയിന്റ് 2 ഇൻറ്റു HG2 മൈനസ് HF2. അതായത് പോയിന്റ് 2ലെ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ HF2, അതായത് ആ പോയിന്റ് 2 എന്ന് പറയുന്നത് ഏത് ടെമ്പറേച്ചർ റേഞ്ചിലാണ് നിൽക്കുന്നത്? 25 °C. അപ്പോൾ 25 °C ലിക്വിഡിൻ്റെ എൻതാൽപ്പി എത്രയാണോ ആ എൻതാൽപ്പി പ്ലസ് ഡ്രൈനസ് ഫ്രാക്ഷൻ അറ്റ് പോയിന്റ് 2 ഇൻറ്റു ലേറ്റൻ്റ് ഹീറ്റ്. ആ ലേറ്റൻ്റ് ഹീറ്റ് എന്ന് പറയുന്നതാണ് HG2 മൈനസ് HF2. ഇതാണ് HG2, ഇത് HF2. അപ്പോൾ ആ HG2 മൈനസ് HF2നെ നമുക്ക് HFG2 എന്ന് വിളിക്കാം. ആ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് ഇത്. അപ്പോൾ 25 °C ലേറ്റൻ്റ് ഹീറ്റാണ് HG2 മൈനസ് HF2. ആ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ പോയിന്റ് 2ലെ എൻതാൽപ്പി കണ്ടുപിടിക്കാൻ നമുക്ക് HF2 പ്ലസ് X2 ഇൻറ്റു ലേറ്റൻ്റ് ഹീറ്റ് എടുത്താൽ മതി. ഡ്രൈനസ് ഫ്രാക്ഷൻ അറ്റ് 2 ഇൻറ്റു ലേറ്റൻ്റ് ഹീറ്റ്. അപ്പോൾ നമുക്കിനി HF2 എങ്ങനെ കിട്ടും? അതായത് HF2 എന്ന് പറയുന്നത് തന്നെയാണ് HF3, അത് തന്നെയാണ് H3. അതെങ്ങനെ കിട്ടും? പോയിന്റ് 2 ഇരിക്കുന്നത് 25 °C ആണ്. അപ്പോൾ 25 °C ലിക്വിഡിൻ്റെ എൻതാൽപ്പി എന്താണോ അത് 164.77 ആണ്. ഈ ലിക്വിഡിൻ്റെ എൻതാൽപ്പി എന്താണോ അതാണ് പോയിന്റ് 3ലെ എൻതാൽപ്പി. അത് തന്നെയാണ് H3, അത് തന്നെയാണ് HF3, അത് തന്നെയാണ് HF2. ഇനി അതോടൊപ്പം തന്നെ നമുക്ക് H2 കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ HF2 നമുക്ക് കിട്ടി. ഇനി HG2 വേണം. HG2 എന്ന് പറയുന്നത് ഈ പോയിൻ്റാണ്. അതായത് 25 °C വേപ്പറിൻ്റെ എൻതാൽപ്പി എന്താണോ ഈ എൻതാൽപ്പിയാണ് നമ്മുടെ HG2. അപ്പോൾ ഇത് HF2 ഈക്വൽ ടു H3. HF2 H3 ഈക്വലാണ്. ഇതാണ് ആ വാല്യൂ. അതുപോലെ തന്നെ വേപ്പറിൻ്റെ എൻതാൽപ്പിയായ HG2 കറസ്പോണ്ടിങ് ടു 25 ബാർ എന്ന് പറയുന്നതാണ് ഇത്. അപ്പോൾ ഇതാണ് HG2, അതായത് ഇവിടുത്തെ എൻതാൽപ്പി HG2. അപ്പോൾ HG2
HF1 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് Hg2 HF2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? H2 കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ ഒരു ആളും കൂടെ മതി, ഡ്രൈനസ് ഫ്രാക്ഷൻ അറ്റ് പോയിൻറ്റ് 2. ഓക്കെ, അപ്പോൾ ഇവിടെ ഓൾറെഡി ലേറ്റൻറ്റ് ഹീറ്റ് നമുക്ക് തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ Hg2 മൈനസ് HF2 എടുക്കേണ്ട കാര്യമില്ല. കാരണം ഡയറക്റ്റ് നമുക്ക് ഈ ലേറ്റൻറ്റ് ഹീറ്റ് തന്നു. ഇതാണ് ആ ലേറ്റൻറ്റ് ഹീറ്റ്. ഇനി ആ ലേറ്റൻറ്റ് ഹീറ്റ് ഇൻറ്റു ഡ്രൈനസ് ഫ്രാക്ഷൻ അറ്റ് പോയിൻറ്റ് 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 3 മുതൽ 2 വരെ എത്ര എമൗണ്ട് ഹീറ്റ് ആഡ് ചെയ്തു എന്ന് കിട്ടും. ഇനി അതിൻ്റെ കൂടെ പോയിൻറ്റ് 3ലെ എൻതാൽപ്പി, അത് HF3 ആണ്, അതും കൂടി ആഡ് ചെയ്താൽ പോയിൻറ്റ് 2ലെ ടോട്ടൽ എൻതാൽപ്പി നമുക്ക് കിട്ടും. ഇതുപോലെ തന്നെയാണ് പോയിൻറ്റ് 2ലെ എൻട്രോപ്പി. പോയിൻറ്റ് 2ലെ എൻട്രോപ്പി S2 = SEF2 പ്ലസ് ഡ്രൈനസ് ഫ്രാക്ഷൻ അറ്റ് പോയിൻറ്റ് 2 ഇൻറ്റു SG2 മൈനസ് SF2. ഓക്കെ, അതിൽ പ്രത്യേകം ഓർക്കണം, SF2ഉം SF3യും S3യും എല്ലാം ഈക്വലാണ്. അപ്പോൾ S2 കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് SF2 വേണം, SG2 വേണം, X2 വേണം. X2 ഡ്രൈനസ് ഫ്രാക്ഷനാണ്. അപ്പോൾ SF2 എന്ന് പറയുന്നതാണ് ഇത്. അതായത് 25 ഡിഗ്രി സെൽഷ്യസിലെ ലിക്വിഡിൻ്റെ എൻട്രോപ്പി എന്താണോ ഇതാണ് SF2. ഓക്കെ, ഇത് തന്നെയാണ് SF3യും S3യും. ഓക്കെ, അപ്പോൾ ഈ പോയിൻറ്റ് 3ലെ എൻട്രോപ്പി അല്ലെങ്കിൽ SF3 അല്ലെങ്കിൽ SF2 എന്ന് പറയുന്നത്, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 25 ഡിഗ്രി സെൽഷ്യസിലെ ലിക്വിഡിൻ്റെ എൻട്രോപ്പി എന്താണോ അതാണ് ഈ പോയിൻറ്റിലെ എൻട്രോപ്പി. ഇനി നമുക്ക് S2 കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരാളും കൂടെ വേണം, SG2 വേണം. SG2 എന്ന് പറഞ്ഞാൽ ഈ 25 ഡിഗ്രി സെൽഷ്യസിലെ വേപ്പറിൻ്റെ എൻട്രോപ്പി എന്താണോ അതാണ് SG2. ഓക്കെ, അപ്പം ഇതാണ് SG2, അതായത് ഈ പോയിൻറ്റിലെ എൻട്രോപ്പി. അപ്പോൾ നമുക്ക് 2 എന്ന് പോയിൻറ്റിലെ എൻട്രോപ്പി കാണാൻ ഇത്രയും പോർഷനിലെ എൻട്രോപ്പി പ്ലസ് 3ലെ എൻട്രോപ്പിയും കൂടെ ആഡ് ചെയ്താൽ 2ലെ എൻട്രോപ്പി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് S2 = SF1 പ്ലസ് X2 ഇൻറ്റു S2 = പോയിൻറ്റ് 2ലെ എൻട്രോപ്പി S2 = SF2 പ്ലസ് ഡ്രൈനസ് ഫ്രാക്ഷൻ അറ്റ് 2 X2 ഇൻറ്റു SG2 മൈനസ് SF2. ക്ലിയർ ആയോ? ഇനി നമുക്ക് ഗിവൺ ഡേറ്റയിലേക്ക് പോകാം. ഗിവൺ ഡേറ്റയിൽ നമുക്ക് T2ഉം T3യും തന്നിട്ടുണ്ട്. 25 ഡിഗ്രി സെൽഷ്യസ്. T1 = T4 = -5 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് തന്നിട്ടുണ്ട്. ഡ്രൈനസ് ഫ്രാക്ഷൻ അറ്റ് പോയിൻറ്റ് 1 X1 = 0.6 തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് രണ്ട് ടെമ്പറേച്ചർ ഉണ്ട്, 25 ഡിഗ്രി സെൽഷ്യസും -5 ഡിഗ്രി സെൽഷ്യസും. 25 ഡിഗ്രി സെൽഷ്യസിലെ ലിക്വിഡിൻ്റെ എൻതാൽപ്പിയാണിത്, വേപ്പറിൻ്റെ എൻതാൽപ്പിയാണിത്. ഇതുപോലെ ലിക്വിഡിൻ്റെ എൻട്രോപ്പിയും വേപ്പറിൻ്റെ എൻട്രോപ്പിയും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അതോടൊപ്പം തന്നെ 25 ഡിഗ്രി സെൽഷ്യസിലെ ലേറ്റൻറ്റ് ഹീറ്റ് HFGയും, ആ HFG എന്ന് പറഞ്ഞാൽ Hg - HF, അതും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിനെ എങ്ങനെ നമ്മളെ പോയിൻറ്റ്സ് 1, 2, 3, 4 ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യും. കാരണം 25 ഡിഗ്രി സെൽഷ്യസ് ആയതുകൊണ്ട് നമുക്ക് 2 പോയിൻ്റ് എടുത്താൽ മതി, 2ഉം 3യും. കാരണം 2ഉം 3യും ആണ് 25 ഡിഗ്രി സെൽഷ്യസിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ പോയിൻറ്റ് 3 എടുത്തു. പോയിൻറ്റ് 3 എന്ന് പറഞ്ഞാൽ സാച്ചുറേറ്റഡ് ലിക്വിഡാണ്, അതുകൊണ്ട് തന്നെ H3 = HF3 ആണ്. അപ്പോൾ 25 ഡിഗ്രി സെൽഷ്യസിലെ ലിക്വിഡിൻ്റെ എൻതാൽപ്പി എന്താണോ അത് തന്നെയാണ് H3, അത് തന്നെയാണ് HF3. HF3യും H4ഉം ഈക്വലാണ്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് പോയിൻറ്റ് 2ലെ എൻതാൽപ്പി കാണാം. അതിന് നമുക്ക് HF2 വേണം, Hg2 വേണം. എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് 2 ഇരിക്കുന്നത് 25 ഡിഗ്രി സെൽഷ്യസിലാണ്. ആ 25 ഡിഗ്രി സെൽഷ്യസിലെ ലിക്വിഡിൻ്റെ എൻതാൽപ്പി എന്താണോ അതാണ് HF2. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതാണ് ലിക്വിഡിൻ്റെ എൻതാൽപ്പി. അപ്പോൾ HF2 നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ അതിൽ നിന്ന് H3യും HF3യും H4ഉം HF2 എല്ലാം ഈക്വലാണ്. കാരണം 2 എന്ന പോയിൻറ്റിലെ എൻതാൽപ്പി കാണാൻ നമുക്ക് HF2 വേണം. അത് മീൻസ് 25 ഡിഗ്രി സെൽഷ്യസിലെ ലിക്വിഡിൻ്റെ എൻതാൽപ്പി വേണം. അതാണ് HF2.
ഇനി H2 കാണാൻ നമുക്ക് അടുത്ത ഒരു പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ Hg2 ആണ്. Hg2 എന്ന് പറഞ്ഞാൽ ഈ കണ്ടൻസർ ടെമ്പറേച്ചർ അതിൽ 25°C വേപ്പറിൻ്റെ എൻതാൽപ്പി എന്താണോ നമുക്കറിയാം. 25°C വേപ്പറിൻ്റെ എൻതാൽപ്പിയാണ് ഇത്, അത് വേണം. അപ്പോൾ Hg2 എന്ന് പറഞ്ഞാൽ 25°C വേപ്പറിൻ്റെ എൻതാൽപ്പിയാണ്. അത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 282.23. അപ്പോൾ Hg2 ഈക്വൽ ടു ഈ വാല്യൂ കിട്ടി. അപ്പോൾ Hg2 കിട്ടി, HF2 കിട്ടിയെങ്കിൽ നമുക്ക് H2 കാൽക്കുലേറ്റ് ചെയ്യാം. X2 എന്ന് പറയുന്ന 0.2 ഡ്രൈനസ് ഫ്രാക്ഷനോടെ കിട്ടിക്കഴിഞ്ഞാൽ. ഓക്കെ, ഇതുപോലെ തന്നെ 0.2 എൻട്രോപ്പി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് SF1 പ്ലസ് X2 ഇൻറ്റു 0.2 എൻട്രോപ്പി കാൽക്കുലേറ്റ് ചെയ്യാൻ SF2 പ്ലസ് X2 ഇൻറ്റു Sg2 മൈനസ് SF2. അപ്പോൾ അതിൽ നമുക്ക് SF2 വേണം. SF2 എന്ന് പറഞ്ഞാൽ 25°C ലിക്വിഡിൻ്റെ എൻതാൽപ്പി, ലിക്വിഡിൻ്റെ എൻട്രോപ്പി എന്താണോ അതാണ് SF2. ഓക്കെ, അപ്പോൾ നമുക്ക് 0.2 എൻട്രോപ്പി കാണാൻ SF2 വേണം. കാരണം S2 ഈക്വൽ ടു SF2 പ്ലസ് X2 ഇൻറ്റു Sg2 മൈനസ് SF2 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 0.2 എൻട്രോപ്പി കാണാൻ നമുക്ക് 25°C 0.2 ഇരിക്കുന്നത്. അതുകൊണ്ട് 0.2 25°C ലിക്വിഡിൻ്റെ എൻട്രോപ്പി വേണം. അത് നമുക്ക് കിട്ടി 0.5978. അത് തന്നെയാണ് SF2. അതുപോലെ Sg2 നമുക്ക് വേണം. Sg2 എന്ന് പറയുന്നത് 25°C വേപ്പറിൻ്റെ എൻട്രോപ്പി എന്താണോ അതാണ് 0.9918. അത് തന്നെയാണ് Sg2. അപ്പോൾ നമുക്ക് S2 കാൽക്കുലേറ്റ് ചെയ്യാനുള്ള Sg2ഉം SF2ഉം കിട്ടി. കാരണം 0.2 ഇരിക്കുന്നത് 25°C ആയതുകൊണ്ട് 25°C ലിക്വിഡിൻ്റെയും വേപ്പറിൻ്റെയും എൻതാൽപ്പികളും എൻട്രോപ്പികളും കിട്ടി. അതെങ്ങനെ 0.3 0.2 വരുന്നു എന്ന് നമ്മൾ കണ്ടു. ഇനി അതോടൊപ്പം തന്നെ 25°C ലേറ്റൻ്റ് ഹീറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ആ ലേറ്റൻ്റ് ഹീറ്റ് നമുക്ക് ആവശ്യം വരിക എൻതാൽപ്പി അറ്റ് 0.2 കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ എൻതാൽപ്പി അറ്റ് 0.2 H2 ഈക്വൽ ടു നമുക്കറിയാം HF2 പ്ലസ് ഡ്രൈനസ് ഫ്രാക്ഷൻ അറ്റ് 0.2 X2 ഇൻറ്റു Hg2 മൈനസ് HF2 ആണ്. ഇനി ഈ Hg2 മൈനസ് HF2നെ നമുക്ക് ചേർത്തൊരു പേര് വിളിക്കാം HFG2. ഓക്കെ, അപ്പം ലേറ്റൻ്റ് ഹീറ്റ് 25°C ലേറ്റൻ്റ് ഹീറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ H2 കാൽക്കുലേറ്റ് ചെയ്യാനുള്ള HFG2 നമുക്ക് കിട്ടി. ഇനിയുള്ളത് 0.1 ആണ്. 0.1 വെറ്റ് പേപ്പറാണ്. അതുകൊണ്ട് അവിടെയും നമുക്ക് ഇതേ രീതിയിൽ തന്നെ പോകണം. H1 ഈക്വൽ ടു HF1 പ്ലസ് X1 Hg1. അപ്പോൾ -5°C ലിക്വിഡിൻ്റെ എൻതാൽപ്പി എന്താണോ അതാണ് HF. അത് തന്നെയാണ് HF1. ഇതുപോലെ -5°C വേപ്പറിൻ്റെ എൻതാൽപ്പി എന്താണോ അതാണ് Hg ഈക്വൽ ടു ഈ വാല്യൂ. ഇത് തന്നെയാണ് Hg1. അപ്പോൾ HF1ഉം Hg1ഉം കിട്ടിയാൽ നമുക്ക് H1 കാൽക്കുലേറ്റ് ചെയ്യാം. H1 ഈക്വൽ ടു HF1 പ്ലസ് ഡ്രൈനസ് ഫ്രാക്ഷൻ അറ്റ് 0.1 X1 ഇൻറ്റു Hg1 മൈനസ് HF1. സോറി, ഈ Hg1 മൈനസ് HF1നെയാണ് നമ്മൾ HFG1 എന്ന് വിളിക്കുക. അത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ലേറ്റൻ്റ് ഹീറ്റ് കറസ്പോണ്ടിങ് ടു -5 ബാർ ലേറ്റൻ്റ് ഹീറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അത് HFG1. HFG1 എന്ന് പറഞ്ഞാൽ Hg1 മൈനസ് HF1. ഓക്കെ, ഇനി അതുപോലെ 0.1 നമുക്ക് എൻട്രോപ്പി കണ്ടുപിടിക്കണം. S1ഉം ഇതുപോലെ SF1 പ്ലസ് X1 ഇൻറ്റു Sg1 മൈനസ് SF1 ആണ്. അപ്പോൾ -5°C ലിക്വിഡിൻ്റെ എൻട്രോപ്പി എന്താണോ അതാണ് SF. അതുതന്നെയാണ് SF1. ഇനി -5°C വേപ്പറിൻ്റെ എൻട്രോപ്പി എന്താണോ അതാണ് ഈ വാല്യൂ 1.2146 Sg വാല്യൂ. അതുതന്നെയാണ് Sg1. അപ്പോൾ SF1ഉം Sg1ഉം കിട്ടിയാൽ നമുക്ക് S1 എൻട്രോപ്പി അറ്റ് 0.1 കാൽക്കുലേറ്റ് ചെയ്യാം. ഡ്രൈനസ് ഫ്രാക്ഷൻ X1 തന്നിട്ടുണ്ടെങ്കിൽ, ഇവിടെ അത് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ടു ഫൈൻഡ് തിയററ്റിക്കൽ COP ഇക്വേഷൻസ് യൂസ്ഡ്. S1 ഈക്വൽ ടു SF1
പ്ലസ് x1 ഇൻറ്റു SG1 മൈനസ് SF1. അതുപോലെ H1 ഈസ് ഇക്വൽ ടു HF1 പ്ലസ് x1 ഇൻറ്റു HG1 മൈനസ് HF1. HG1 മൈനസ് HF1നെ നമുക്ക് HFG1 എന്ന് വിളിക്കാം. ഇനി S1ഉം S2ഉം ഈക്വലാണ്. S2ലെ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ SF2 പ്ലസ് X2 ഇൻറ്റു SG2 മൈനസ് SF2. ഓക്കെ. ഇനി H2ലെ എൻട്രോപ്പി എൻതാൽപ്പി ഈസ് ഇക്വൽ ടു HF2 പ്ലസ് X2 ഇൻറ്റു HG2 മൈനസ് HF2. അപ്പോൾ അതിനെ നമുക്കിങ്ങനെ വിളിക്കാം HF2 പ്ലസ് X2 ഇൻറ്റു HFG2. Okay, next COP is equal to refrigerating effect divided by work done, that is H1 minus H4 divided by H2 minus H1 or H1 minus HF3, because H4 is equal to H3 is equal to HF3 divided by H2 minus H1. ഓക്കെ, ഇനി നമുക്ക് പോയിൻ്റ് 1ലെ എൻട്രോപ്പി കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. പോയിൻ്റ് 1ലെ എൻട്രോപ്പി S1 ഈസ് ഇക്വൽ ടു SF1 പ്ലസ് X1 ഇൻറ്റു SG1 മൈനസ് SF1. നമുക്ക് SF1 നമുക്ക് തന്നിട്ടുണ്ട്, X1 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, SG1 തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് S1 കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, S1 എന്ന് പറഞ്ഞാൽ 0.8431. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എൻട്രോപ്പി ആയിട്ട് പോയിൻ്റ് 1 കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ S1ഉം S2ഉം ഈക്വലാണ്. അതുകൊണ്ട് പോയിൻ്റ് 2ലെ എൻട്രോപ്പി എന്താണോ അതും ഈ വാല്യൂ തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി പോയിൻ്റ് 2 നമ്മൾ അസ്യൂം ചെയ്യുക. നമുക്കറിയില്ല പോയിൻ്റ് 2ലെ കണ്ടീഷൻ എന്താണ്. പോയിൻ്റ് 2 ഒരു ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പറാണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ പോയിൻ്റ് 2 എന്ന് പറയുന്നത് 25 ഡിഗ്രി സെൽഷ്യസിലാണ്. പോയിൻ്റ് 2 ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ ആണെങ്കിൽ അതിൻ്റെ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ വേപ്പറിന് കീഴിലുള്ള എൻട്രോപ്പി ഈ വാല്യൂ ആണ് വരുന്നത്, 0.9918. അതായത് ഇൻ കേസ് കംപ്രസറിൻ്റെ എക്സിറ്റ് ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ ആണ് എങ്കിൽ അവിടുത്തെ എൻട്രോപ്പി വരുന്നത് 0.9918 ആണ്. പക്ഷേ ആക്ച്വലി നമുക്ക് കിട്ടിയ വാല്യൂ, അതായത് ഈ S1ഉം S2ഉം ഈക്വലാണ്, കിട്ടിയ വാല്യൂ S2ലെ എന്താണ് 0.84 ആണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? കംപ്രസറിൻ്റെ ഈ എക്സിറ്റിൽ ഡ്രൈ സാച്ചുറേറ്റ് വേപ്പർ ആണെങ്കിൽ 0.9 സംതിങ് വരും. ബട്ട് ആക്ച്വലി നമുക്ക് കിട്ടിയത് 0.8 ആണ് എങ്കിൽ നമുക്ക് മനസ്സിലായി കംപ്രസറിൻ്റെ എക്സിറ്റിലുള്ളത് വെറ്റ് വേപ്പറാണ്. കാരണം ഡ്രൈ ആയിരുന്നുവെങ്കിൽ ആ സാച്ചുറേറ്റ് വേപ്പർ ആയിരുന്നുവെങ്കിൽ ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പറിലെ വാല്യൂ എൻട്രോപ്പി ആയിട്ട് നമുക്ക് കിട്ടിയേനെ. അത് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലായി 0.2 എന്ന് പറയുന്നത് വെറ്റ് വേപ്പറാണ്. അപ്പം ചില ക്വസ്റ്റ്യനിൽ നമുക്കിങ്ങനെ കംപ്രസറിലെ എക്സിറ്റ് കണ്ടീഷൻ തരാതെ വരുമ്പോൾ ഇത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കും എക്സിറ്റ് കണ്ടീഷൻ എന്താണെന്നുള്ളത്. എന്നിട്ടായിരിക്കും നമ്മൾ ഈ TS ഡയഗ്രം ഒക്കെ വരയ്ക്കുക. കാരണം നമുക്കറിയില്ല 0.2 എവിടെ വരുമെന്ന്. ഇപ്പോൾ നമുക്ക് മനസ്സിലായി 0.2 വെറ്റ് വേപ്പറാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ബേസിൽ നമുക്ക് TS ഡയഗ്രവും PH ഡയഗ്രവും വരയ്ക്കാം, കാൽക്കുലേഷൻസ് എടുക്കാം. ഓക്കെ, ദെൻ S1 ഈസ് ഇക്വൽ ടു S2. S1ൻ്റെ വാല്യൂ അറിയാം. S2 എന്ന് പറയുന്നത് SF2 പ്ലസ് X2 SG2 മൈനസ് SF2. അപ്പോൾ അതിൽ SF2ഉം SG2ഉം എല്ലാം നമുക്കറിയാം. ദെൻ ഔത്തിൽ നിന്ന് X2വിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നു 0.622. അപ്പോൾ ഡ്രൈനസ് ഫ്രാക്ഷൻ അറ്റ് പോയിൻ്റ് 2 ഈസ് 0.622. ദെൻ നമുക്ക് ഡ്രൈനസ് ഫ്രാക്ഷൻ കിട്ടി. 1ലെയും അറിയാം, 2ലെയും നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ എൻതാൽപ്പി അറ്റ് പോയിൻ്റ് 1ഉം എൻതാൽപ്പി അറ്റ് പോയിൻ്റ് 2ഉം കാൽക്കുലേറ്റ് ചെയ്യാം. എൻതാൽപ്പി അറ്റ് പോയിൻ്റ് 1 H1 ഈസ് ഇക്വൽ ടു HF1 പ്ലസ് X1 ഇൻറ്റു HG1 മൈനസ് HF1 ഈക്വൽ ടു HF1 പ്ലസ് X1 ഇൻറ്റു HFG1. ഓക്കെ, കാരണം HG1 മൈനസ് HF1 എന്ന് പറയുന്നതാണ് ലേറ്റൻ്റ് ഹീറ്റ്. ലേറ്റൻ്റ് ഹീറ്റ് കറസ്പോണ്ട്സ് ടു -5 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമുക്ക് എല്ലാ വാല്യൂസും അറിയാം. ഔത്തിൽ നമുക്ക് എൻതാൽപ്പി അറ്റ് പോയിൻ്റ് 1 ഈസ് ഇക്വൽ ടു 221.83 കിലോ ജൂൾ പെർ കിലോഗ്രാം. ഇൻ ദ സെയിം വേ എൻതാൽപ്പി അറ്റ് പോയിൻ്റ് 2 H2 ഈസ് ഇക്വൽ ടു HF2 പ്ലസ് X2 ഇൻറ്റു HG2 മൈനസ് HF2. അതിനെ നമുക്ക് HF2 പ്ലസ് X2 ഇൻറ്റു
HFG2 എന്ന് വിളിക്കാം. ഓക്കെ, ഈ HFG2 ആണ് നമ്മുടെ ലേറ്റൻ്റ് ഹീറ്റ്. അത് Hg2 മൈനസ് HF2, ഇതാണ് നമ്മുടെ ലേറ്റൻ്റ് ഹീറ്റ്. ഓക്കെ, ലേറ്റൻ്റ് ഹീറ്റ് കറസ്പോണ്ട്സ് ടു 25 ഡിഗ്രി സെൽഷ്യസ്. ആ ലേറ്റൻ്റ് ഹീറ്റിൻ്റെ ഒരു പാർട്ട് x2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ആ ഒരു പാർട്ട് പ്ലസ് ലിക്വിഡിൻ്റെ എൻതാൽപ്പി കൂടെ വരുമ്പോഴാണ് 0.2 ടോട്ടൽ എൻതാൽപ്പി നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് COP കാണണം. COP is refrigerating effect divided by work done. H1 minus H4 divided by H2 minus H1. നമുക്ക് ഇങ്ങനെ എഴുതാം, H1 minus HF3 divided by H2 minus H1. വാല്യൂസ് എല്ലാം നമുക്കറിയാം. സോ COP is equal to 3.57. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സൈക്കിൾ വിത്ത് സൂപ്പർ ഹീറ്റഡ് വേപ്പർ ആഫ്റ്റർ കംപ്രഷൻ ഡിസ്കസ് ചെയ്യും. താങ്ക് യു.